الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക സംരക്ഷകനും നേതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അസംഖ്യ സൃഷ്ടികളിൽ ഈ ലോകത്ത് അള്ളാഹുവിന് ധാരാളം സൃഷ്ടികളുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വ്യത്യസ്തങ്ങളായ വ്യത്യസ്ത രൂപത്തിലുള്ള നിരവധി അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ആദരണീയമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അള്ളാഹു പ്രത്യേകം മനുഷ്യനെ ആദരിച്ചു എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതരായിട്ടുള്ള മലക്കുകൾ, ആ മലക്കുകളോട് പോലും സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് മനുഷ്യനെ അള്ളാഹു ആദരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബിയുടെ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ജൂതനായ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പ്രവാചകൻ എണീറ്റു നിന്നു എന്ന ചരിത്രം നമ്മൾ പലപ്പോഴായി കേൾക്കുകയും അറിയുകയും ചെയ്ത കാര്യമാണ്. ആ വിഷയത്തിൽ തന്നെ നമ്മൾ മനസ്സിലാവുന്ന വിഷയം, മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക ആദരവും പരിഗണനയും മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ്.
വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അള്ളാഹു വാഹനങ്ങളെ അവർക്ക് ഏർപ്പാട് ചെയ്ത് നൽകിയിട്ടുണ്ട്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, നല്ല ഉപജീവന മാർഗങ്ങൾ അള്ളാഹു അവർക്ക് വേണ്ടി ഈ ലോകത്ത് സംവിധാനിച്ച് നൽകിയിട്ടുണ്ട്. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന് ചിന്താശേഷിയും ബുദ്ധിയുമൊക്കെ നൽകിക്കൊണ്ട് പ്രത്യേകമായ ആദരവും പരിഗണനയും മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നാണ് ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹു മനുഷ്യനെ ആദരിച്ചുകൊണ്ട് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായി നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമുണ്ട്. ഏതാണ് ആ അനുഗ്രഹം? അള്ളാഹു മനുഷ്യർക്ക് ബുദ്ധി നൽകി എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുളിച്ച് സുന്നത്തോടുകൂടി ഈ പള്ളിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് ജീവജാലങ്ങളുടെ വ്യത്യസ്തമായി ബുദ്ധി എന്ന് പറയുന്ന വലിയ ഒരു അനുഗ്രഹം നൽകിയപ്പോൾ അതുകൊണ്ട് വിശ്വാസം സ്വീകരിച്ച വിശ്വാസികളാണ് നമ്മളൊക്കെ ആ നിലക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹു നൽകിയ അപാരമായ ഒരു അനുഗ്രഹമാണ് ബുദ്ധി എന്നതുകൊണ്ടാണ്. ബുദ്ധിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഥാനവും അതുപോലെ തന്നെ ഇസ്ലാമിൽ പരിഗണനയും സംരക്ഷണവും നൽകിയിട്ടുള്ള ഒരു മതമാണ് യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് ഇസ്ലാം എന്നത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കൂ, ധാരാളം ആയത്തുകൾ, നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന പല ആയത്തുകളും അള്ളാഹു ആയത്തുകളിലൊക്കെ ബുദ്ധിയെ വിളിച്ചുണർത്തിക്കൊണ്ട് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും മുറ്റാലോചിക്കുവാനും ഒക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫ്, ആ സൂറത്തുൽ ബഖറ അതിന്റെ 164 വചനം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അള്ളാഹ് പറയാൻ നിരവധി അനവധി ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് അള്ളാഹ് പറയാൻ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ ഇഖ്തിലാഫുൽ ലൈലി വൻ നഹാർ, രാപ്പകലുകളുടെ മാറ്റം, എന്നിട്ട് വീണ്ടും പറഞ്ഞു വൽഫുൽഖില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പൽ, അതുപോലെയുള്ള വാഹനങ്ങൾ, വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ ഇൻഫഅഹിയാ ബിൽ അർദ ബഅദ മൗതിഹാ, ആകാശത്ത് നിന്ന് കുത്തിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമായ മഴ, അതുകൊണ്ട് നിർജീവമായി കടന്ന ഭൂമിയെ വിണ്ടുകീറി ധാന്യമുളകൾ കിളിച്ചു വരുന്ന കാര്യത്തിൽ ദൃഷ്ടാന്തത്തിൽ, അതുപോലെ തന്നെ അള്ളാഹ് പറഞ്ഞു വബത്ത ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ, ഭൂമിയിൽ വ്യാപിപ്പിച്ചിട്ടുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളും, ഇതിലെല്ലാം അള്ളാഹുവിന്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു എടുത്തു പറയാണ്. കാറ്റിന്റെ ഗതിക്രമത്തിലും ആകാശ ഭൂമികൾക്കിടയിൽ നിയന്ത്രിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളിലും ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുർആൻ. അള്ളാഹു എല്ലാ ദൃഷ്ടാന്തങ്ങളിലേക്കും നോക്കാൻ പഠിപ്പിച്ചു, അതെല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞു, അതെല്ലാം പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതെല്ലാം ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും, അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സാധാരണഗതിയിൽ വെള്ളിയാഴ്ചകളിൽ സുന്നത്തായി നമ്മൾ കേൾക്കാറുള്ള സൂറത്തുൽ ഗാശിയയിലെ വചനങ്ങളാണ് ആമുഖമായി ഞാൻ ഓതി വെച്ചത്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് ഉണർത്തുന്ന കാര്യം എന്താണ്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്നാണ് പറഞ്ഞത്. അഫലാ യൻദുറൂന, നിങ്ങൾ നോക്കുന്നില്ലേ, ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. വഇലസ് സമാഇ കൈഫ റുഫിഅത്, ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നത്. വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ നയിക്കുന്നില്ലേ, അതെങ്ങനെയാണ് ആ പർവ്വതങ്ങളെ നാട്ടപ്പെട്ടിരിക്കുന്നത് എന്ന്. വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് മനുഷ്യ ജീവിത സന്ധാരണ വേളക്കായി അള്ളാഹു ഭൂമിയെ പരത്തിയിരിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ അവിടെയെല്ലാം അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമായ ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാനും അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇസ്ലാം ഏറെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമല്ല, അങ്ങനെ ധരിക്കേണ്ടതില്ല. ഇപ്പോൾ ഈ പള്ളിയിൽ അറിവിന്റെ വിഷയത്തിൽ പല ഭൗതികമായ നിലക്ക് ഉന്നതിയിലെത്തിയ പല ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഡോക്ടർമാരുണ്ടാകാം, എഞ്ചിനീയർമാരുണ്ടാകാം, അതുപോലെ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ ധാരാളം കരസ്ഥമാക്കി പല ഉത്തുംഗതികളും ചവിട്ടിക്കേറിയ വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ആ അറിവിനപ്പുറത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ അറിവ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ. ആ അറിവാണ് പ്രധാനം. ഭൗതികമായി കൂടുതൽ അറിവ് നേടിയിട്ട് ദീനിയായ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ അടുത്ത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂജ്യമാണ്, ഒരു പ്രയോജനവുമില്ല. ഏതറിവ് നമുക്ക് നേടാം, പക്ഷേ അവൻ പഠിക്കേണ്ടതായ, മനസ്സിലാക്കേണ്ടതായ ഖുർആൻ വെളിച്ചം വീശുന്ന യഥാർത്ഥ പരലോകത്തെ കുറിച്ചുള്ള അറിവുകൾ അത് കരസ്ഥമാക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും പേരിൽ നിർബന്ധമുള്ള കാര്യമാണ്. അതവൻ പഠിക്കേണ്ട നിർബന്ധമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഒരിക്കലും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ നിലയ്ക്ക് പഠിക്കുവാൻ, നമ്മുടെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുവാൻ, അള്ളാഹു കാലാകാലമുള്ള ലോകത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഇന്നമായ തദക്കറൂലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമേ അപ്രകാരം ചിന്തിക്കുകയുള്ളൂ, അത് മനസ്സിലാക്കുകയുള്ളൂ എന്നാണ് ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു നിലയിലേക്ക് സഹോദരങ്ങളെ നമ്മളുടെ ബുദ്ധിയെ നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ ബുദ്ധിയെ നമ്മൾ വിനിയോഗിക്കേണ്ടത്? അതിന് നമുക്ക് മാതൃക മുൻഗാമികളുടെ ചരിത്രത്തിലുണ്ട്. സലഫുസ് സ്വാലിഹീങ്ങളായ ആളുകൾ അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നി ലഅഖ്റജു മിൻ മൻസിലി, അദ്ദേഹം പറയാം, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വമാ യഖഉ ബസരി അലാ ശൈഇൻ, എന്റെ കണ്ണ് എവിടൊക്കെ ചെന്ന് പതിക്കുന്നുണ്ടോ, പലതിലും പതിക്കും, ഇല്ലേ? പക്ഷികളിൽ പതിക്കാം, അതുപോലെ സമൂഹത്തില്, മറ്റ് ജീവജാലങ്ങളില്, ഭൂമിയിൽ, ആകാശത്ത്, ഇതിലൊക്കെ നമ്മുടെ ദൃഷ്ടികൾ പതിക്കാം. ആ മനുഷ്യൻ പറയാൻ, എന്റെ ദൃഷ്ടി ഏതൊക്കെ വസ്തുക്കളിൽ പതിക്കുന്നുണ്ടോ, ഇല്ലാ റഅയ്തുല്ലാഹി അലാ ഫീ നിഅമത്തിൻ, അതുപോലെ ഫീഹി ഇബ്റ, അതിലെല്ലാം അള്ളാഹുവിന്റെ നിഅമത്തും അള്ളാഹു നൽകിയ അനുഗ്രഹവും അതുപോലെ അതിൽ നിന്ന് ഗുണപാഠവും ഞാൻ കണ്ടെത്തും, അല്ലാത്ത ഒരവസ്ഥയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ എന്താ, നമ്മുടെ ശരീരം തന്നെ നോക്കൂ. നമ്മൾ കാണും, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ മൂക്ക്, നമ്മുടെ ശരീരങ്ങൾ, അവയവങ്ങൾ, അത് വേണ്ട നമ്മുടെ ആരോഗ്യം, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്വസനം, അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനമാകട്ടെ, ഈ അന്തരീക്ഷത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളാകട്ടെ, മറ്റ് ജീവജാലങ്ങളാകട്ടെ, ഏതേത് വസ്തുക്കളാകട്ടെ, അതിലേക്കൊക്കെ നമ്മുടെ ദൃഷ്ടികൾ പതിക്കുമ്പോഴും അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് ആലോചിക്കുകയും ആ ബുദ്ധി ഉപയോഗിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ നിലക്ക് റബ്ബിനോടുള്ള നന്ദി പ്രകാശിക്കുകയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. ഇതാണ് നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കേണ്ട ഒരു രീതി. അതാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ ഖിയാമുൽ ലൈൽ. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമുള്ള ഒരു കാര്യമെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാം. രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമുള്ള ഒരു കാര്യമാണ് അവൻ അല്പസമയം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമെടുത്താൽ, അല്ലെ? ഒരു ഖുതുബ കേൾക്കുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഖുർആനിന്റെ ഒരു ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, ഒരു ഹദീസിന്റെ ഒരു വാചകം നമ്മൾ കാണുമ്പോൾ, അവിടെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, ഈ ഭൂമിയെ കാണുമ്പോൾ, ഇവിടുത്തെ പറവകളെ കാണുമ്പോൾ, ഇവിടുത്തെ അത്ഭുതങ്ങൾ കാണുമ്പോൾ, ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ, അതിലേക്ക് നോക്കി റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി അല്പം ചിന്തിക്കാൻ ഒരാൾ തയ്യാറായാൽ, അങ്ങനെ അവൻ ബുദ്ധി കൊടുത്താൽ, അതാണ് രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമായി മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ ബുദ്ധിക്ക് ഇസ്ലാം അത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ബുദ്ധി ഉണ്ടായിട്ടും, ഒരു ഭ്രാന്തനായ മനുഷ്യനെ കുറിച്ചല്ല, അള്ളാഹു നൽകിയ അനുഗ്രഹമായ ബുദ്ധി ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ബുദ്ധി നൽകിയിട്ടുണ്ട്. അതിന്റെ എത്ര ശതമാനം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ പോലും അവരുടെ ബുദ്ധിയുടെ 10% ഉപയോഗിക്കുന്നുള്ളൂ എന്ന ചർച്ചകളാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമായ ബുദ്ധി, അതുകൊണ്ട് അത് നൽകിയിട്ടും അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ മതത്തെ കുറിച്ചോ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചോ ഒരാൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നരകം കൊണ്ടാണ് അള്ളാഹു അവരോട് താക്കീത് ചെയ്യുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയാണ്, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ധാരാളം സൃഷ്ടികളെ, അല്ലെ, ധാരാളം വിഭാഗത്തെ അള്ളാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാണ്. നരകത്തിന് വേണ്ടിയാണ് മനുഷ്യരിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ട ധാരാളം ആളുകൾ. എന്താ അവരുടെ പ്രശ്നം? അവർക്ക് അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അവരുകൊണ്ട് ആ ബുദ്ധി കൊണ്ട് പലതും പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ ആ ഹൃദയം കൊണ്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. വലഹും അഖീലുൻ ലാ യുസ്റൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ ദൃഷ്ടികൾ കൊണ്ട് അവർ കാണേണ്ട കാര്യങ്ങൾ കണ്ടിട്ടില്ല. ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, ആ കാതുകൾ കൊണ്ട് അവർ കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടിട്ടില്ല.
ഉലൈക കൽ അൻആം, അവരെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? അവർ മൃഗങ്ങളെ പോലെയാണ്. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. ഒന്നുകൂടി പറഞ്ഞു അല്ലാഹു, അല്ല, അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്നാണ് പറയാൻ. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച കൂട്ടത്തിലാണ് ബുദ്ധി ഉണ്ടായിട്ടും പലതും പഠിച്ചിട്ടും അള്ളാഹിന്റെ ദീനെ കുറിച്ച് പഠിക്കാത്തവരെ കുറിച്ച്, അള്ളാഹുവിനെ കണ്ടെത്താത്തവരെ കുറിച്ച്. സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ട് വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചു നേടി, ഉന്നതമായ വിദ്യാഭ്യാസങ്ങളും സർട്ടിഫിക്കറ്റുകളും നേടിയവർ, അള്ളാഹുവിന്റെ അവധാന്യത്തിനെ മനസ്സിലാക്കാത്തവർ, ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിക്കാത്തവർ, അതിലേക്ക് കടന്നു വരാത്തവർ, ഈ ലോകത്തേക്ക് എന്തിനു വന്നു എന്നോ ഇവിടുത്തെ നിരർത്ഥകതയെ കുറിച്ചോ ഈ ജീവിതത്തിന് എന്താർത്ഥമെന്നോ മനസ്സിലാക്കാതെ ഭൗതിക ഭ്രമത്തിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്ര സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നു. എന്താണ് അവരുടെ ബുദ്ധി കൊണ്ട് പ്രയോജനം? എന്താണ് സഹോദരങ്ങളെ അത്തരം ബുദ്ധി കൊണ്ട് പ്രയോജനം? അതാണ് ഖുർആൻ പറഞ്ഞത്, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. എന്താ അവർക്ക് സംഭവിച്ചത്? അവർ അശ്രദ്ധരാണ്. അവർ മരണത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും അവർ ഓർക്കണില്ല. എന്തൊക്കെ ദുരന്തങ്ങൾ കണ്ടാലും അതൊന്നും അതിനെക്കുറിച്ച് അവരുടെ ഹൃദയങ്ങളിലേക്ക് അതൊന്നും പ്രവേശിക്കുന്നില്ല. അവർ കാണുന്നില്ല, അവർ കേൾക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. അവരിങ്ങനെ ഈ ലോകത്തെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം എന്നാണ് ഖുർആൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് ബുദ്ധിക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യം നോക്കൂ. നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, 3 കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കാര്യത്തിൽ വിചാരണയില്ല. അതുപോലെ തന്നെ അവരിൽ നിന്ന് റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, 3 കാര്യങ്ങളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് വിചാരണ ഉണ്ടാവില്ല, ശറഇല്ല എന്ന നിലക്ക് പറയപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന് അനിന്നഈം, ഉറക്കമാണ്. ഉറങ്ങുന്ന ഒരു മനുഷ്യൻ, അവൻ സ്വപ്നം കണ്ടാലോ ഉറക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലോ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുത്ത് ഒരു ശിക്ഷയോ ഇതോ ഉണ്ടാവൂല. ഉണരുന്നത് വരെ ഉറക്കം അത് നമ്മുടെ കയ്യിലല്ല പിന്നെ, അല്ലെ? ആ സമയത്ത്. രണ്ടാമത്തത് ഏതാണ്? അനിസ്സബി, കുട്ടിയായിരിക്കുന്ന സമയത്താണ്, പ്രായപൂർത്തിയാക്കുന്നതിന് മുമ്പ്. അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ അവൻ ഫിത്രത്തിലാണ്. അവന് ആ ചെറിയ പ്രായത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, തെറ്റുകൾ സംഭവിച്ചാൽ അത് തെറ്റല്ല, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ശിക്ഷ ഉണ്ടാവൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅനിൽ മജ്നൂനി ഹത്താ യഖില, ബുദ്ധിയില്ലാത്ത അവസ്ഥ, ബുദ്ധി മറയുന്ന അവസ്ഥ. ഇതാണ് മൂന്നാമത്തൊന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ഒരു മജ്നൂൻ, ഒരു ഭ്രാന്തൻ, അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്ത് അവന് ശിക്ഷയില്ല, അവന് ശറഇല്ല. യഥാർത്ഥത്തിൽ അവന് ബുദ്ധി ഉണ്ടാകുമ്പോൾ, ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിക്ക് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുന്നത്. അല്ലെ? കുല്ലു മുസ്കിരിൻ ഹംറുൻ, എല്ലാ ബുദ്ധി നശിപ്പിക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും അത് ഹറാമാണ്, അത് കള്ളാണ്. വമുസ്കിരിൻ, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ മത്തുണ്ടാക്കുന്ന അത്തരം കാര്യങ്ങളും ഹറാമാണ്, എല്ലാ കള്ളുകളും ഹറാമാണ്. അതേതാണെങ്കിലും. കള്ള്, ഹംറിനെ നമ്മൾ സാധാരണ നോക്കിയാൽ കള്ള് എന്നാണ് അർത്ഥം കിട്ടുക. കള്ള് മാത്രമല്ല, അതിനോട് ഉപമിച്ച് ഇന്ന് എന്തൊക്കെ തരത്തിലാണ് ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട്, MDMA ആകട്ടെ, സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാകട്ടെ, ഏത് പൊടിയാകട്ടെ, എന്താകട്ടെ, ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുക്കളുണ്ടോ സഹോദരങ്ങളെ, അത് ഹറാമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മുഹമ്മരിൻ ഹംറുൻ, ഒന്നുകൂടി പറഞ്ഞു, അല്ലേ? ബുദ്ധിയെ മൂടുന്ന കാര്യങ്ങൾ, അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മുസ്കിരിൻ ഹറാം, മൻ ശരിബൽ മുസ്കിര ബുഖിസത്ത് സലാത്തുഹു 40 സ്വഹാബ. അങ്ങനെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ 40 ദിവസത്തെ ഇബാദത്ത് സ്വീകരിക്കൂല. മറ്റൊരു ഹദീസിൽ കാണാൻ 40 ദിവസത്തെ തൗബ തന്നെ അവന്റെ സ്വീകരിക്കൂല. അവൻ അത്തരം കള്ളുകുടിയനെ നരകത്തിൽ തീനത്തുൽ ഹബാൽ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലം കുടിക്കേണ്ടി വരുന്ന ദുരവസ്ഥകൾ അവൻ ഉണ്ടാകുമെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അപ്പൊ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, പദാർത്ഥങ്ങൾ, അത് ഉപയോഗിക്കാൻ ഇസ്ലാം തീർത്തും ഹറാമാക്കിയതായി കൊണ്ട് കാണാൻ കഴിയും. ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നമൽ ഖംർ, തീർച്ചയായും കള്ള്, ലഹരി പദാർത്ഥങ്ങൾ, വൽ മൈസുർ വൽ അൻസാബ് വൽ അസ്ലാം, പ്രശ്നം നോക്കുന്ന അമ്പ്, പ്രതിഷ്ഠ, ഇതെല്ലാം ചൂതാട്ടം, റിജ്സും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ മ്ലേച്ഛ വൃത്തിയാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ അടുത്ത് വിചാരണ ഉണ്ടാവുക. രണ്ടാമത്തത്, ബുദ്ധിയെ നീക്കുന്നതെല്ലാം അള്ളാഹു ഹറാമാക്കി. ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിൽ ബുദ്ധിക്ക് അള്ളാഹു നൽകിയ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ബുദ്ധി ഉപയോഗിച്ച് ഇസ്ലാമിനെ അളക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ശറഅുകൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ, അല്ലെ, മതത്തിന്റെ പ്രമാണങ്ങൾ, അത് ബുദ്ധി ഉപയോഗിച്ചാണോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്
ഒരിക്കലുമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ബുദ്ധിക്ക് സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇസ്ലാമിക പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിൽ ബുദ്ധിയെ മാനദണ്ഡമാക്കാൻ പാടില്ല എന്നത് കൂടി മനസ്സിലാക്കണം. ബുദ്ധിക്ക് യോജിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് തോന്നിയേക്കാം. കാരണം എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെ. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ തന്നെ നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടാകും. പലരുടെയും ബുദ്ധിക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ തന്നെ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു വിഷയം തീരുമാനിച്ചെടുത്താൽ അതിൽ തന്നെ ഒന്നിലധികം അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് 2 അഭിപ്രായമെങ്കിലും ഉണ്ടാവും, അല്ലെ? അത് സ്വാഭാവികമാണ്. കാരണം ഒരാൾക്ക് നന്മയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നന്മയെന്ന് തോന്നൂല. ഒരു നാട്ടിൽ നന്മയെന്ന് തോന്നുന്നത് മറ്റൊരു നാട്ടിൽ നന്മയാവൂല. അമേരിക്കക്കാർക്ക് നന്മയെന്ന് തോന്നുന്നത് ഇന്ത്യക്കാർക്ക് നന്മയാകണമെന്നില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ബുദ്ധികൾക്കുമൊക്കെ വ്യത്യാസമുണ്ടാകും എന്നതാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ എക്കാലത്തും നന്മയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞൊരു കാര്യം, ഹറാമാണെന്ന് പറഞ്ഞ കാര്യം, നിഷിദ്ധമാണെന്ന് പറഞ്ഞ കാര്യം, അത് ഏത് കാലഘട്ടം മാറിയാലും അത് ഹറാമാണെന്ന്, മനുഷ്യന് തിന്മയാണ് എന്ന് മനസ്സിലാക്കും. കാരണം മനുഷ്യനെയും ഈ ലോകത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക സംരക്ഷകനും നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയാണ് ആ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാലിക പ്രസക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എത്രയോ വർഷങ്ങളായി ഖുർആനെതിരെയുള്ള ആരോപണങ്ങൾ നടക്കുന്നു. ഖുർആൻ അത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. പക്ഷെ ഖുർആന്റെ പ്രഭ അതിങ്ങനെ വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. എന്തുകൊണ്ട്? അത് കാലിക പ്രസക്തമാണ്, അള്ളാഹുവിന്റെ വഹിയാണത് എന്നതുകൊണ്ട്, പ്രവാചകനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വഹിയാണ്, അള്ളാഹുവിന്റെ കലാമാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു പഠിപ്പിച്ച ഇസ്ലാമിക പ്രമാണങ്ങൾ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ നല്ല വിദഗ്ധനായ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഒരുപക്ഷെ നമ്മൾ നല്ല വിദഗ്ധനായ ഡോക്ടർ ആയിരിക്കും. പക്ഷെ നമുക്ക് തോന്നാണ് നോമ്പ് ഇങ്ങനെ വേണ്ട, കുറച്ച് സമയം ഒന്ന് മാറ്റാം എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? തീരുമാനിക്കാൻ പറ്റൂല. നോമ്പിന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നല്ല വിദഗ്ധനായ ഒരു എഞ്ചിനീയർ ആണെന്നായിരുന്ന നമസ്കാരത്തിന്റെ രൂപം ഒന്ന് മാറ്റാം, സുജൂദ് അങ്ങനെ വേണ്ട, കൈ ഇങ്ങനെ താഴെ കുത്തിക്കോട്ടെ, പറ്റുമോ? പറ്റൂല. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കൈ എങ്ങനെ വെക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ പറ്റുള്ളൂ. ഇസ്ലാമിന്റെ ഏത് ആരാധന കർമ്മങ്ങളും എടുത്തിട്ട് അതെന്തുകൊണ്ട് ഇങ്ങനെ റുക്കൂ ചെയ്യുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ സുജൂദ് ചെയ്യുന്നത് എന്തുകൊണ്ട്, എന്തിനിങ്ങനെ കൈകെട്ടണം, ഇങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം അള്ളാഹുവാണ് ആ നിയമം പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കാൻ നല്ലത്. കാരണം എന്തുകൊണ്ട്? നമ്മളുടെ ബുദ്ധി വളരെ പരിമിതമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു, യുരീദുല്ലാഹു യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറയ്ക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ വളരെ ദുർബലനാണ്. ഇത് മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥ ബുദ്ധി. നമ്മൾ വളരെ ദുർബലനായ മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിലെ എത്രയോ ചെറിയൊരു സൃഷ്ടി, അതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, അതാണ് നബിയോട് ചില ആളുകൾ ചോദിച്ചില്ലേ, യസ്അലൂനക അനി റൂഹിനെ കുറിച്ച് ചോദിച്ചില്ലേ? നബിയോട് ചോദിച്ചു, റൂഹിനെ കുറിച്ച് അവർ ചോദിച്ചു. വഖുൽ റൂഹു മിൻ അംരി റബ്ബി, അള്ളാന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണ്? അതിന്റെ അറിവ് അള്ളാന്റെ അടുത്താണ്. വഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിൻ ഇൽമി ഇല്ലാ ഖലീല, എനിക്ക് അതിനെക്കുറിച്ച് മനുഷ്യരെ സംബന്ധിച്ചുള്ള വളരെ കുറച്ച് അറിവ് മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. അത് മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം എന്നതാണ്. ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കുക. സംസം വെള്ളം അതിന് ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുക. അതിന്റെ അപ്പുറത്തിൽ അതിനെന്തുകൊണ്ട് ബർക്കത്ത് മറ്റേ വെള്ളത്തിന് എന്തുകൊണ്ട് ബർക്കത്തില്ല, ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇത് ആരാണ് നമുക്ക് മാതൃക? അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്രാ മെഹ്റാജ് പോയി. ഇസ്രാ മെഹ്റാജിന് പോയിട്ട് വന്നു. അവിടെ വന്ന് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചില ആളുകൾ മക്കയിലെ മുശ്രിക്കുകൾ എന്താ ചെയ്തത്? അവർ പരിഹസിച്ചു. ഇത് സംഭവിക്കും, ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ 7 ആകാശം കടന്നു പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിക്ക് യോജിച്ചില്ല. അവര് നിഷേധിച്ചു അതിനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാത് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല. ജീവിതത്തിൽ ഒരു കളവും പറയാത്ത പ്രവാചകനാണ് അത് പറഞ്ഞത്. അതേപടി വിശ്വസിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നമുക്ക് മാതൃക. പ്രമാണങ്ങൾ കൊണ്ടൊരു വിഷയം സ്ഥിരപ്പെട്ടാൽ അത് വിശ്വസിക്കുക എന്നതാണ്. ആ നിലപാട് ഒരിക്കലും വിശ്വാസിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തഖ്ദീമുൻ നഖ്ലി അലൽ അഖ്ൽ, നഖലിനേക്കാൾ മുൻകടത്താൻ പാടില്ല. നഖൽ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ, അഖ്ൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി. പ്രമാണങ്ങളെ ബുദ്ധി ഉപയോഗിക്കണം. പക്ഷേ ആ ബുദ്ധിയെ പ്രമാണങ്ങളെക്കാൾ മുകളിൽ മുൻകടത്താൻ പാടില്ല. മുൻകടത്തേണ്ടത് പ്രമാണങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. മഹാനായ അബൂബക്കർ, അതുപോലെ തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുകയാണ്, ലൗ ഖാന ദീനു ബിർറഅയി, ദീൻ എന്നത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ ഹുഫയുടെ മുകളിൽ തടവാൻ പ്രവാചകൻ പഠിപ്പിച്ചു. ഞങ്ങളിങ്ങനെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാണ് വരിക. അപ്പം ഹുഫ ധരിച്ചാല് തടവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഹുഫയുടെ അടിയിലാണ് തടവേണ്ടത്. പക്ഷെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് എവിടെയാണ്? ഹുഫയുടെ മുകളിൽ തടവാനാണ്.
അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് എന്ന് അവിടുന്ന് പറയുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ കുഫയുടെ മുകളിൽ തടവും. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് പലതും യോജിച്ചു എന്ന് വരില്ല. അവിടെ മനസ്സിലാക്കേണ്ട നമ്മളുടെ ബുദ്ധി വളരെ പരിമിതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളിലേക്ക് കൈമാറാൻ ഞാൻ ഉദ്ദേശിച്ചതിന്റെ മുഴുവനായിട്ടും ആകെ കാമ്പ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ്. ഈ ആയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ കുത്തിവെക്കണം. ഏതാണ് ആയത്ത്? വമാ ഖാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ വമാ ഖാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹുവും റസൂലും ഒരു കാര്യം നമ്മളോട് കൽപ്പിച്ചാൽ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുഅ്മിനോ മുഅ്മിനത്തിനോ സ്വയം ഒരു തീരുമാനമെടുക്കാൻ യാതൊരു അധികാരവുമില്ല. പിന്നെ നമ്മൾ ചിന്തിക്കരുത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാലും അത് എന്റെ ബുദ്ധിക്ക് യോജിക്കൂല, അത് ശരിയല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമില്ല. ആ കാര്യത്തോട് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. ഇത് ഗണ്യതമായി ഖുർആൻ പറഞ്ഞത്. ആരെങ്കിലും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നുവെങ്കിൽ അവൻ വ്യക്തമായ വഴികേടിലാണ് എന്നത് മനസ്സിലാക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഏത് കാര്യങ്ങളാണെങ്കിലും ഇസ്ലാമിന്റെ വിഷയങ്ങൾ, അത് അള്ളാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഈർഷ്യത നമുക്കുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, അത് അനുസരിക്കുക എന്നതൊരു വിശ്വാസിയുടെ നിലപാടാണ് എന്ന് മനസ്സിലാക്കണം. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്ന ഒരു വാക്കുണ്ട്. അതിൽ ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. വലിയ പണ്ഡിതനാണ്, ഹദീസുകൾ ധാരാളം മനഃപ്പാടമാക്കിയ മഹാനായ പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഒരു ഹദീസ് ഉദ്ധരിക്കുകയും, ഇമാം ഷാഫി നിങ്ങളിലേക്ക് ഒരു ഹദീസ്, നബിയിൽ നിന്ന് സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിക്കുകയും, എന്നിട്ട് ആ ഹദീസിനെ ഞാൻ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ എന്റെ ബുദ്ധി നശിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് മഹാനായ ഇമാം ഷാഫി. അതിന് ഞാൻ സാക്ഷിയാണ്. നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രമാണത്തിനാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാ. പ്രവാചകൻ എന്നൊരു ഹദീസ് സ്വഹീഹായി വന്നാൽ എന്നിട്ട് ഞാനത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ എന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ബുദ്ധി എന്ന് പറഞ്ഞാൽ, അഖ്ലി എന്ന് പറഞ്ഞാൽ ആ പ്രമാണങ്ങൾക്കൊപ്പം നിൽക്കലാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രമാണങ്ങൾക്കൊപ്പം പ്രാമുഖ്യം നൽകി ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ എല്ലാവരും തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സത്യവിശ്വാസങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നലെ ഉച്ചയ്ക്ക് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന വലിയ ഒരു അപകടം, ഇന്ത്യയെ ആകെ ഞെട്ടിച്ച വലിയൊരു അപകടം. ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഹോസ്റ്റലിന്റെ മുകളിലേക്ക് പതിക്കുകയും തകർന്നു വീഴുകയും ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ വാർത്തകളിൽ നിന്ന് അറിയുന്നത് ഏകദേശം 240-ലധികം ആളുകൾ മരണപ്പെടുകയും, അതുപോലെ തന്നെ ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം ധാരാളം ആളുകൾ, അതിലധികം ആളുകൾ മരണപ്പെട്ട വാർത്തയാണ് ഇന്നലത്തെ ദിവസം നമ്മളെല്ലാവരും കണ്ടത്. രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം, വിമാന ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ പല ദുരന്തങ്ങളും ഈ അടുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കടലിൽ 2 കപ്പലുകൾ കത്തിയ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളെ കുറിച്ച് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100,000 സ്വപ്നങ്ങളുമായി പറന്നുയർന്ന ഒരു വിമാനം കത്തിക്കരിഞ്ഞ് ചാമ്പലായി മനുഷ്യ ശരീരം കരിക്കട്ടയായി മാറുന്ന വേദനിക്കുന്ന കാഴ്ചകൾ. എങ്ങനെ മരിച്ചാലും ബർസഖിയായ ലോകത്തേക്ക് മനുഷ്യൻ പോവുകയാണ് എന്ന യാഥാർത്ഥ്യം വിശ്വാസികൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ധാരാളം സ്വപ്നങ്ങൾ, മോഹങ്ങളൊക്കെ പൂവണിയിക്കാൻ വേണ്ടി വലിയ പ്രതീക്ഷകളോടെ ഓരോ മനുഷ്യരും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും മനസ്സിൽ വ്യത്യസ്തമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ ആസൂത്രണങ്ങൾക്കും ഒന്നും അനുസരിച്ചല്ല ഈ ലോകവും നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനപ്പുറത്ത്
ലോകരക്ഷിതാവായ റബ്ബിന്റെ തീരുമാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിജപ്പെടുത്താൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും മരണം, നമ്മളുടെ മരണം എപ്പോഴാണ്, ഏത് രൂപത്തിലാണ്, എങ്ങനെയാണെന്നൊന്നും ആർക്കും നിജപ്പെടുത്താൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞു, ഇദാ ജാ അജലുഹും ഫലാ യസ്തഖിറൂന സാഅ. ഒരാളുടെ സമയമെത്തിയാൽ, ഒരു സമൂഹത്തിന്റെ സമയമെത്തിയാൽ അതിൽ നിന്ന് പിന്തിക്കുവാനോ വലാ യസ്തഖ്ദിമൂൻ, മുന്തിക്കുവാനോ പിന്തിക്കുവാനോ കഴിയില്ല. നമ്മളുടെ മരണത്തിന്റെ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് അങ്ങോട്ട് പോകാനോ ഒന്നും കഴിയില്ല. അതവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ചില സഹോദരങ്ങൾ ആ ഫ്ലൈറ്റിൽ കയറാതെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് കയറാതെ പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള പല വാർത്തകൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ടാകാം. അള്ളാഹു മരണം ഒരാൾക്ക് നിശ്ചയിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് സംഭവിച്ചാലും മരിക്കുകയില്ല. ഇത് റബ്ബിന്റെ തീരുമാനമാണ് എന്ന വലിയ ഒരു പാഠം നമ്മൾ ഇന്ന് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം സംഭവങ്ങളും അപകടങ്ങളും ഒക്കെ കാണുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമങ്ങളിലൂടെ റബ്ബിലേക്ക് മടങ്ങാനുള്ള ശ്രമമാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹി അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ഹൈറായിട്ടുള്ള ഉത്തമനായ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താണ്? മൻ താല ഉംറുഹു വഅസ്ന അമലുഹു. അള്ളാഹു ഒരു സെക്കൻഡാണ് ആയുസ് തരുന്നതെങ്കിലും ആയുസ് നൽകിയിട്ട് അതിനനുസരിച്ച് നല്ല കർമ്മങ്ങൾ കൊണ്ട് അത് കെട്ടിപ്പടുത്തിയ മനുഷ്യൻ, അവനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ. വഅയ്യുന്നാസി ശർറുൻ, മോശപ്പെട്ട മനുഷ്യർ ആരാണെന്ന് ചോദിച്ചപ്പോൾ മൻ താല ഉംറുഹു വസഅ അമലുഹു, അവൻ ആയുസ് കൊടുത്തു, അത് എത്രയാണെന്ന് ആർക്കും അറിയില്ല. ആ ആയുസിന്റെ ഇടയിൽ അവൻ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, നന്മ ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ, മോശം കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം ഏത് നിമിഷവും വരാം, ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക എന്നതല്ലാതെ ഒരു മാർഗവും നമുക്കില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മരണത്തിന് ശേഷം എന്തൊരുക്കി വെച്ചിരിക്കുന്നു എന്ന ഖുർആനിന്റെ ചോദ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. യാ യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നീ എന്തൊരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ചോദിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുക്കി വെക്കുക. വൽ ബാഖിയാത്തു സ്വാലിഹാത്തി ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറു അമല, ഏറ്റവും ഉത്തമമായത് ബാഖിയാത്തു സ്വാലിഹാത്ത് ആണെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്താണ്? അല്ലെ, ഏറ്റവും പ്രധാനമായും 3 കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു. അല്ലെ, ബാക്കി ജാരിയായ സ്വതക്ക, ഏത് മാർഗം ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഉപയോഗിക്കുക. ജാരിയായ സ്വതക്ക, പള്ളിക്ക് വേണ്ടി, അതുപോലെ നിലനിൽക്കുന്ന സ്വതക്കകൾ അത് നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുക. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ദീൻ പഠിക്കാനുള്ള, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മക്കളെ മദ്രസകളിലേക്ക് വിടുക, അവരെ ദീൻ പഠിപ്പിക്കുക. നമുക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ എവിടെയുണ്ടോ അന്വേഷിച്ച് കണ്ടെത്തുക. ലേഞ്ച് ഖുർആനാണെങ്കിൽ, വെളിച്ചമാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ പഠിക്കാനുള്ള മാർഗങ്ങൾ നഷ്ടപ്പെടുത്താതെ ഈ നൽകിയ ആയുസ് ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അതോടൊപ്പം നമ്മുടെ മക്കളെ ഏറ്റവും ദീനിയായി നയിക്കുക. കുറെ ഭൗതികമായി പഠിപ്പിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതെ പോകരുത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനിയായ വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ ഒരു അമാന്തവും ഉണ്ടാകരുത്. അവരെ മദ്രസയിലേക്ക് പറഞ്ഞയക്കണം. ആ ദീനി പഠിപ്പിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മദ്രസയുടെ പ്രവേശനോത്സവമാണ്. എല്ലാ വിദ്യാർത്ഥികളും അതിനെത്തിച്ചേരണം. അതോടൊപ്പം പുതുതായി ചേർക്കേണ്ട വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കൾ കൊണ്ടുവരണമെന്ന് പ്രത്യേകം സാന്ദർഭികമായി ഉണർത്തുകയാണ്. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു നിസാരതയും കാണിക്കരുത്. നമ്മൾക്ക് നമ്മളുടെ ബാഖിയാത്തു സ്വാലിഹാത്താണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം സഹോദരങ്ങളെ, യാത്ര എന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഖുർആൻ പറഞ്ഞതാണ്, കാലികളാകട്ടെ, അതുപോലെ തന്നെ കപ്പലാകട്ടെ, മറ്റ് ഏത് വാഹനമാകട്ടെ, ഫ്ലൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ട്രെയിൻ ആണെങ്കിലും, നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള കാറുകളും മറ്റു വാഹനങ്ങളെല്ലാം ആണെങ്കിലും ഇതൊക്കെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. സുമ്മ തദ്കുറു നിഅമത റബ്ബിക്കും, അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കണം, ആ നിഅമത്തുകളെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇല്ലേ, അള്ളാഹു നൽകിയ വാഹനത്തിന് റബ്ബിനോട് അവനെ പരിശുദ്ധിപ്പെടുത്തുകയും അള്ളാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്ന ദൃഢപ്രതിജ്ഞയും മാനസികാവസ്ഥയും ഏത് യാത്രയിലും വിശ്വാസികൾ നേടിയെടുക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനോട് നന്ദി കാണിക്കുന്നതോടൊപ്പം ആ വാഹനത്തിനോടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം. ചില ആളുകളൊക്കെ വാഹനം എടുത്താൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ഏതെങ്കിലും മക്ബറകളിൽ പോയി പച്ചപ്പട്ട് അത് കൊണ്ടുവന്ന് കെട്ടുക, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിന്റെ പേരിൽ വിശ്വസിക്കുക, ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് വാഹനം കൊണ്ട് നടക്കുന്ന എന്തൊക്കെ തോന്നിവാസങ്ങളാണ് സഹോദരങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനോദയാത്രയുടെ പേരിൽ സാഹസികമായ യാത്രകൾ നടത്തുന്നവരുണ്ട്. ഒരു ബൈക്ക് എടുക്കുക, എല്ലാ സാഹസികയും കാണിച്ച് റീലാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന ഒരുപാട് യുവാക്കൾ
യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഒറ്റയ്ക്ക് ഏത് ദൂരവും ഏത് മലമ്പാതയും താണ്ടി രാത്രിയും പകലൊന്നുമില്ലാതെ പോയിട്ട് റീലുണ്ടാക്കി അതിൽ കുറെ മ്യൂസിക്കും കയറ്റി വീഡിയോ ഇട്ട് അതിൽ കിട്ടുന്ന ലൈക്കുകളിൽ ആനന്ദം കണ്ടെത്തുന്ന യുവതലമുറയെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോവാണ്. ആണ് പെണ്ണുങ്ങൾ എല്ലാം അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് വലിയ വലിയ ദൂരങ്ങൾ യാത്ര ചെയ്തിട്ട് വലിയ അഭിമാനം കൊള്ളുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് അപകടകരമായ യാത്രകൾ ചെയ്യുന്ന സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. യാത്രകൾ എപ്പോഴും നന്മകൾക്കായിരിക്കണം, നല്ല നിയത്തുണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊരു പ്രാർത്ഥന മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ യാത്രയിലും നമ്മൾ പഠിക്കുകയും അതുപോലെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർരി വത്തഖ്വ വമിൻ അമലി മാ തർദാ അല്ലാഹുമ്മ ഹവ്വിൽ അലൈനാ സഫറിനാ وهذا وضعنا بعده اللهم انت صاحب بالسفر والخليفه في الاخر اللهم اني اعوذ بك من وعثاء الصبر وخابة المنذر وسوء المنقلب എന്ന് പറയുന്ന വളരെ മനോഹരമായ ധാരാളം നല്ല അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു ഈ യാത്രയെ നീ ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യുവാനും അള്ളാഹു നീ വെറുക്കുന്ന തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള തൗഫീക്ക് നീ തരണേ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവ് നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്. അള്ളാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ, ഇതിന്റെ ദൈർഘ്യം നീ ഞങ്ങൾക്ക് കുറച്ചു തരണേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ ആശയം. അള്ളാഹുവേ ഈ യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിന്റെ പകരക്കാരനും നീയാണെന്ന റബ്ബിനെ പരമേൽപ്പിക്കുകയാണ്, തവക്കുൽ ചെയ്യുകയാണ് ആ പ്രാർത്ഥനയിൽ. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഈ യാത്രയിലെ ക്ലേശത്തിൽ നിന്നും, അതുപോലെ വഖാബത്തിൽ മൗലരി എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ കാഴ്ചകളിൽ നിന്നും, വസൂഇൽ മുൻകലബി ഫിൽ മാലി വൽ അഹ്ൽ എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മളുടെ കുടുംബത്തിലും സമ്പത്തിലും വിഷമകരമായ പരിണിതി, ആ യാത്രയിൽ ഉണ്ടാകുന്ന പരിണിതിയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പഠിക്കുക, യാത്രകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദുരന്തങ്ങളും അപകട മരണങ്ങളും കാണുമ്പോൾ അതൊരു ദുശ്ശകുനമായി, ദുർമരണമായി ഒരിക്കലും വിശ്വാസികൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊരു മോശം ചിന്താഗതിയാണ്. എങ്ങനെ മരിച്ചാലും ഈമാനോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ അത് നല്ല മരണമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ ഷഹീദുകളുടെ എണ്ണം പഠിപ്പിച്ച കൂട്ടത്തിൽ പല രൂപങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ 7 കാര്യങ്ങൾ പറഞ്ഞു. പ്ലേഗ് ബാധിച്ച് മരിക്കുക, മുങ്ങി മരിക്കുക, ശ്വാസകോശത്തിന്റെ പ്രശ്നം കാരണം മരിക്കുക, അതുപോലെ ഉദരരോഗം കാരണം മരിക്കുക, തീപ്പൊള്ളലേറ്റ് മരിക്കുക, കെട്ടിടം തകർന്ന് മരിക്കുക, ഗർഭസ്ഥ ശിശുവിന്റെ മൂലം മരണമടയുക. ഈ നിലക്കൊക്കെ മരിച്ചാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസ്തനാണെങ്കിൽ ഷഹീദാണ്, അത് നല്ല മരണം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മരണം എങ്ങനെയാണ് എന്നതുള്ളതല്ല, ആ മരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം, തൗഹീദ് ഉണ്ടാകണം, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ചൂളയിലും തണൽ നൽകിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം ഓർക്കുന്ന ഈ ദുൽഹിജ്ജ മാസത്തിൽ ഫലസ്തീനിന്റെ മണ്ണിൽ കത്തിയമരുന്ന പിഞ്ചു മക്കളെ കുറിച്ച് നമ്മുടെ മനസ്സുകളിൽ പ്രാർത്ഥനകളും എപ്പോഴും ഉണ്ടാകുന്നതോടൊപ്പം നാളെ പരലോകത്ത് ഇതിനേക്കാൾ പ്രയാസകരമായ അർശിന്റെ തണൽ ആവശ്യം വരുന്ന സമയത്ത് ആ തണലിനു വേണ്ടി കഠിനമായ പരിശ്രമങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ജീവിത ലക്ഷ്യമായി അത് കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി പരിപാലന ഫണ്ടിന് വേണ്ടി എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് എല്ലാവർക്കും രോഗങ്ങളെ ശിഫാവിന് ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബത്തിന് അള്ളാഹു എല്ലാ ആശ്വാസങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് നിർഭയത്വത്തെ, വിശപ്പിനുള്ള ഭക്ഷണത്തെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെ വിശ്വാസികളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.